ഹായ്, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇത് മെനഞ്ഞാന്ന് രാത്രിയും ഇന്നലെയും ഒക്കെ ആയിട്ട് എടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചാച്ചിക്കുട്ടി മെനഞ്ഞാന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങിയിട്ടോ, പലഹാരമേളയാണ് നാളെ, എനിക്ക് ക്യാരറ്റ് ഹൽവ മതി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്യാരറ്റ് ഹൽവ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ് അത്. ക്യാരറ്റ് തനിയെ കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ക്യാരറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് എഴുതി വിട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ എഴുതി വിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കണ 2 ക്യാരറ്റ് വേഗം തോലൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാച്ചു ഞാൻ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവൾ ഇരുന്നിട്ട് അത് ഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഞാനിത് ഏട്ടന് കഴിക്കാനുള്ള പോഹ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നാളികേരപ്പാൽ വേണം അതിലേക്ക്. അപ്പോൾ നാളികേരമൊക്കെ ചിരകി പാലൊക്കെ പിഴിഞ്ഞെടുത്ത് വെച്ചു. 1-ാം പാൽ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ മേടിച്ചതാണ് കേട്ടോ, ഒരു മുട്ടയൊക്കെ പുഴുങ്ങാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റീമർ. അപ്പോൾ അതിൽ വെച്ചിട്ട് മുട്ട പുഴുങ്ങി വെച്ചത് കേട്ടോ. അപ്പോൾ കിച്ചുവിൻ്റെ എടുത്തിട്ട് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏട്ടനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ ഒരു മെഷർമെൻറ്റ് കപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ 7 മുട്ട വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വെച്ച് ഓണാക്കിയിട്ട് നമ്മുടെ കെറ്റിലൊക്കെ ഓണാക്കണ പോലെ തന്നെയാണ് കേട്ടോ, തനിയെ അത് ഓഫായിക്കോളും. അങ്ങനെ അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചാച്ചുകുട്ടി ചെയ്തിട്ട് ഇതിപ്പോൾ എന്തായാലും തീരില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മേടിച്ചിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് അമ്മ ചെയ്യും, പിന്നെ ഒന്ന് ഞാൻ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മ ഉണ്ടാക്കണത് കാണിച്ചു തന്നാൽ മതി, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കണതൊക്കെ കുട്ടീനെ കാണിച്ചു കൊടുക്കണം, പിന്നെ ഓരോന്നും പറഞ്ഞു കൊടുക്കണം, എന്തൊക്കെയാണ് അതിലേക്ക് ആഡ് ചെയ്യണതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ. അപ്പം ഞാൻ അല്ലെങ്കിലും അതായിട്ട് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ വന്നിരുന്ന് നോക്കാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് അച്ചുവിനും കിച്ചുവിനാണെങ്കിൽ ആ വഴിക്ക് നോക്കണ്ട കേട്ടോ. ഞാൻ എന്തെങ്കിലും പണി പറയാൻ ചാൻസ് ഉണ്ട് എന്ന് കണ്ടാൽ അപ്പോൾ ഒരു വഴി മാറിപ്പോകുന്ന ആൾക്കാരാണ് കേട്ടോ. ഇപ്പോൾ ചെറുതിലൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മാത്രം ചെയ്യൂട്ടാ. അപ്പോൾ അത് ഞാൻ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നാളികേരപ്പാൽ 1-ാം പാൽ മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ, അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വെച്ചു. പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്തത് കുറച്ച് അധികം ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷേ അത് വെന്ത് സെറ്റായി വരുമ്പോഴേക്കും അതിൻ്റെ കാൽഭാഗം പോലും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അതടച്ച് വെച്ചിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ചാച്ചുകുട്ടിയും ഞാനും ഏട്ടനും ഒക്കെ കഴിച്ചു കേട്ടോ. അച്ചും കിച്ചും നേരത്തെ കഴിക്കും, പിന്നെ പഠിക്കാനായിട്ടിരിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു, കറണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കാത്തു കേട്ടോ, കറണ്ട് ഇപ്പോൾ വരുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വരുന്നൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മുന്നേ ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ക്യാരറ്റ് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്ന സമയത്ത്. പിന്നെ ഒരു ടീസ്പൂൺ മൈദയിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അവിടെ എവിടെയും കട്ട പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോഴേക്കും കുറച്ച് നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അതിലേക്ക് മുന്നേ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഇറക്കി വെച്ചു. പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ട്, നെയ്യ് തടവി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇത് പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം എടുത്താൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ചാച്ചുവിന് കൊണ്ടുപോകാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചാച്ചുകുട്ടി ഇതിൽ നിന്ന് പാനിലത്തെ ലാസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ തുടച്ച് കഴിക്കുമായിരുന്നു കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം അവൾക്ക് അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു. അച്ചുമോൾക്കും കുഞ്ഞൊരു കഷ്ണമൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. കിച്ചു ഇതിൻ്റെ ടേസ്റ്റ് പോലും നോക്കിയിട്ടില്ല കേട്ടോ. അവന് വേണ്ടാന്ന് പറഞ്ഞു, ക്യാരറ്റ് അത്രയും ഇഷ്ടമൊന്നുമില്ല അവന്. അപ്പോൾ പിന്നെ അത് കഴിക്കുമല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാ മക്കളും കഴിച്ചോളും. ഇതിപ്പോൾ ചാച്ചുകുട്ടി തന്നെയാണ് ഫുള്ളും കഴിച്ചത്. സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഒരു കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു, ഒരു കുട്ടി ഇങ്ങോട്ട് പഴംപൊരിയും കൊടുത്തു എന്നൊക്കെ വന്നിട്ട് പറഞ്ഞു.
അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം കട്ട് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ രാവിലത്തെ പണികളൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. മിനിഞ്ഞാന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇടാനുള്ളത്. അപ്പോൾ പിന്നെ ഇനി എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ നമ്മുടെ വീടും പരിസരം മാത്രം വൃത്തിയാക്കിയാൽ പോരല്ലോ, മുടി വളരാനും നമ്മുടെ മുഖം ഒക്കെ ഒന്ന് വൃത്തിയായിട്ടിരിക്കാനും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണമല്ലേ. അപ്പോൾ അങ്ങനെയും ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഞാൻ ചെയ്യാറുള്ളത്. മുടി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ, വളരണമൊന്നുമില്ല. എന്നാലും താളിയാക്കിയിട്ട്, താളിയല്ല, അതൊരു ഹെന്ന പോലെയാണ് കേട്ടോ. ഞാൻ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ കഴുകി കളയാണ് ചെയ്യുക. അതിലേക്ക് മൈലാഞ്ചിയുടെ ഇലയും ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിയുടെ പൂവും പിന്നെ കറ്റാർവാഴയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇടാറുണ്ട്. പിന്നെ തലേദിവസം ഉലുവ വെള്ളത്തിലിട്ടതും കഴിക്കണ വേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഹെന്ന തേച്ച് പിടിപ്പിക്കണ പോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തായാലും കുറച്ച് നേരം ഇരിക്കണം. അപ്പോൾ എന്നാൽ പിന്നെ മുഖത്തും തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേ നമ്മുടെ ഒരു ഇത്തിരി പാലെടുത്തു, അതിലേക്ക് ഗ്ലിസറിനും പിന്നെ കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒരു കോട്ടണിൽ ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടൺ കൊണ്ട് നല്ലപോലെ മുഖത്ത് മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഒരു 15 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമുക്കുണ്ടാവുക. സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവാനും നല്ല സോഫ്റ്റ് ആവാനും പിന്നെ ടാനൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആവും. ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. നമുക്ക് ഡെയിലി ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ നൈറ്റിലാണ് മിക്കപ്പോഴും ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ എന്തായാലും തലയിൽ ഇതൊക്കെ തേച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുഖത്തും കൂടെ തേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തേച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് കസ്തൂരി മഞ്ഞൾ വേണമെന്ന് നിർബന്ധമില്ല. പാലും ഗ്ലിസറിനും മാത്രം മതി. ഞാനിപ്പോൾ കസ്തൂരി മഞ്ഞളും ചിലപ്പോൾ കസ്തൂരി മഞ്ഞളും ഇടാറുണ്ട്, അല്ലെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇവിടെ പൊടിപ്പിച്ചതാണ്. അപ്പോൾ മുളകും മഞ്ഞളും മല്ലിയൊക്കെ ഒരുമിച്ച് പൊടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അത് മുളക് പൊടി പൊടിച്ചതിലായിരിക്കും പൊടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഞാനത് മുഖത്ത് തേച്ചിട്ട് പരീക്ഷണത്തിനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ അത് കസ്തൂരി മഞ്ഞൾ മേടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ തലയിലൊക്കെ അതൊക്കെ തേച്ച് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുഖത്തെയും തലയിലൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഉച്ച തിരിഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചാച്ചുകുട്ടീനൊക്കെ പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും തുണികളൊക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മേലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി ഇവിടെ നിന്ന് ക്ലീൻ ആക്കണം എന്ന് വിചാരിക്കുന്നു. ആകെ കച്ചറയായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നതാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ആകെ പൂപ്പലും ഒക്കെ വന്നിട്ട് അതുണ്ട്, പായലും പൂപ്പലൊക്കെ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ വെയിൽ വന്നപ്പോൾ ഒക്കെ അടർന്നിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടിച്ചു വാരിയ ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നിറയെ ഇലകളും വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഇരിക്കുന്ന പൈപ്പും പിന്നെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ അവിടെ അടിച്ചു വരാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ചാച്ചുകുട്ടി ഇടയ്ക്ക് കയറി വന്നിട്ട് ചാക്കൊക്കെ പിടിച്ച് തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിൽ ചുമയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ താഴത്തേക്ക് പൊക്കോന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. കിച്ചും അച്ചും ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കത് അവർ വരുന്നുണ്ടെങ്കിൽ അകലെ തന്നെ ഇവിടെ നിന്നാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ അടിച്ച് വാരി അപ്പോൾ തന്നെ ചാക്കിലേക്ക് ആക്കണം കേട്ടോ. ഇത് മൊത്തം അടിച്ച് അങ്ങനെ നടക്കണായിട്ടിൽ നല്ലത് കുറച്ച് അടിച്ചിട്ട് അങ്ങനെ ചാക്കിലാക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ഈ വീണ്ടും ഒന്ന് അടിക്കേണ്ടി വന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ താഴത്തുള്ള പായലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് കുറ്റിച്ചൂല് വെച്ചിട്ട് നല്ലപോലെ അടിച്ചിട്ട് പിന്നെ അത് സൈഡിലൊക്കെ നല്ലോണം നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ. അപ്പോൾ പാരപ്പറ്റിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ കുറ്റിച്ചൂല് വെച്ചിട്ടൊക്കെ അടിച്ച് വൃത്തിയാക്കി. ഇതിപ്പോൾ ഒരു നീളമുള്ള ചൂല് വെച്ചിട്ട് ഇലകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങനെ അടിച്ചെടുത്തു. അടിക്കാനൊക്കെ തുടങ്ങിയപ്പോഴേക്കും മഴക്കാറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു വെയിലുണ്ട്, അങ്ങനെ ചൂടുള്ള വെയിലൊന്നുമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിട്ട് കിട്ടുകയും ചെയ്തു, നമ്മുടെ പണി കഴിയുകയും ചെയ്തു. തലയിൽ ഇങ്ങനെ ഒരു പാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു തണുപ്പും നല്ലൊരു ഇതൊക്കെയാണ് കേട്ടോ. നല്ല ഉറക്കമൊക്കെ കിട്ടും അന്ന് എന്തായാലും. പിന്നെ മുടി കൊഴിച്ചിലിനും കുറവൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ മുടി എന്ന് പറയുമ്പോൾ തീരെ വളരുന്നില്ല. ഒന്ന് തിക്കൊക്കെ വരും, ഇതൊക്കെ ചെയ്യുമ്പോൾ തിക്കൊക്കെ വരലുണ്ട് കേട്ടോ, പക്ഷേ ലെങ്ത്ത് തീരെ വരില്ല. അപ്പോൾ നമ്മൾ പരിശ്രമിക്കാണ്ട് എന്തായാലും മുടി വരാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മുടിയൊന്നും വന്നിട്ടില്ല എന്തായാലും. പിന്നെ മുഖത്ത് നമുക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ ഇത് ചെയ്യുമ്പോൾ. നമുക്ക് കുരുക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ പാടൊക്കെ പെട്ടെന്ന് പോവും.
എനിക്ക് നിറയെ കുരുക്കളൊക്കെ വരാറുണ്ട്. പക്ഷേ അത് ഞാൻ ഈ ഒരു ഇതാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ തൈര്, കാപ്പിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതും ചെയ്യാറുണ്ട് കേട്ടോ. അതിൽ കുറച്ച് കടലമാവൊക്കെ ഇട്ടിട്ട് ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാറുള്ളത്. ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ക്ലെൻസറൊക്കെ പോലെയാണ്. ക്ലെൻസർ, മോയ്സ്ചറൈസറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോലെയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ നല്ല ഒരു ഗ്ലേസിങ്ങും നല്ലൊരു നാച്ചുറാലിറ്റി ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല റിസൾട്ടാണ് ഈ സംഭവം. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലൊക്കെ ഒന്ന് ചെയ്തോളുണ്ടോ. പാല് പറ്റില്ല വെച്ചെങ്കിൽ തൈര് പറ്റൂ കേട്ടോ. ചില സ്കിന്നിന് തൈര് പറ്റില്ല, ചിലർക്ക് പാല് പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. റിസൾട്ട് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കുട്ടികൾ വന്ന യൂണിഫോമൊക്കെ ഞാൻ അങ്ങനെ കഴുകിയിട്ടു കേട്ടോ അപ്പോൾ തന്നെ. പിന്നെ അത് മറ്റേ കംഫർട്ട് ഉണ്ടല്ലോ, അത് മുക്കിയിട്ടതാണ് കേട്ടോ തുണി. അപ്പോൾ ആ വെള്ളം അവിടെ തന്നെ ഒന്ന് തെളിച്ചു. അപ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. മുറ്റമടിക്കലും മക്കൾക്ക് ചായ കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മേല് കഴുകി വിളക്ക് വയ്ക്കണം, നാമം ചൊല്ലണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും ബായ്.